ഇന്ന് നോമ്പിന്റെ 25-ാം ദിവസം. സത്യക്രിസ്ത്യാനി ആവണമെങ്കിൽ ഏത് സഭയാണ് നല്ലത്? ഈ കാര്യത്തിൽ വലിയ മത്സരം തന്നെയുണ്ട്. ദൈവം നമ്മോട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിതം നന്മയിലും സന്തോഷത്തോടെയും മുൻപോട്ട് കൊണ്ടുപോകാൻ 10 കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? അനീതിക്കും അധികാര ദുർവിനിയോഗത്തിനും വേണ്ടി മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ പാലിച്ച് മുഖം മിനുക്കി വയ്ക്കുകയും അകം ദൈവമില്ലാതെ പൊള്ളയായും ഇരിക്കുന്ന അവസ്ഥ. നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവ നമ്മെ ദൈവത്തിൽ നിന്നും നമ്മുടെ സഹോദരിൽ നിന്നും അകറ്റരുത്. അനീതിയും അധികാര ദുർവിനിയോഗവും ഒരു ദിവസം തകർന്നു പോകും. ഉയർത്തെഴുന്നേറ്റ യേശു അതെല്ലാം തകർത്തെറിഞ്ഞ് നമുക്കൊരു പുതുജീവിതം നൽകിയിട്ടുണ്ട്. നിയമങ്ങളും ആചാരങ്ങളും അണുവിട തെറ്റിക്കാതിരിക്കാനുള്ള പാച്ചിലിൽ എല്ലാം മറന്നുപോയി നമ്മൾ. നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്.